ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ സിലബസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു പോർഷൻ തന്നെയാണ് നമ്മുടെ കെമിസ്ട്രി. നിങ്ങളുടെ കെമിസ്ട്രി പഠനത്തെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്ന കുറച്ച് റെഫറൻസ് ബുക്കുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇന്നത്തെ സെഷൻസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന പോർഷൻസ് ആണ് ഫസ്റ്റ് പോർഷൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ദെൻ സൊല്യൂഷൻസ്, മൂന്നാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോ കെമിസ്ട്രി. ഇത് മൂന്നുമാണ് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മൊഡ്യൂൾസ്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ പോർഷൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് ആണ് എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി ബൈ KL കപൂർ. KL കപൂറിൻ്റെ എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന റെഫറൻസ് ബുക്ക് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി വേറൊരു ബുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ +2 മുതൽ നിങ്ങൾ കേട്ട് വരുന്ന ഒരു പേരായിരിക്കും പൂരി ശർമ്മ പത്താനിയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി. ഈ ഒരു ബുക്കിലൂടെയും നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയുടെ പോർഷൻസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു സെഷനാണ് നമ്മുടെ ഇൻഓർഗാനിക് കെമിസ്ട്രി. ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന മൊഡ്യൂൾസ് ആണ് അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, അതിൽ തന്നെ സിമെന്റ്, പെയിന്റ്സ്, ഇൻഡസ്ട്രിയൽ ഇൻഓർഗാനിക് അങ്ങനത്തെ പോർഷൻസ് ഒക്കെ, ദെൻ ഫ്യൂവൽസ് ആൻഡ് എക്സ്പ്ലോസീവ്സ്, ദെൻ നാനോ മെറ്റീരിയൽസ്. ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന മൊഡ്യൂൾസ്. ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റെഫറൻസ് ബുക്കാണ് നമ്മുടെ JD ലീയുടെ കൺസൈസ് ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ബുക്ക്. അതിൻ്റെ പിക്ചർ അടക്കം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും റെഫർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ബുക്കാണ് JD ലീയുടെ ഇൻഓർഗാനിക് കെമിസ്ട്രി. ദെൻ വേറൊരു ബുക്കാണ്, അതായത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ പോർഷൻസ് റെഫർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ബുക്കാണ് വോഗൽസിൻ്റെ ക്വാളിറ്റേറ്റീവ് ഇൻഓർഗാനിക് അനാലിസിസ്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ബുക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത പോർഷൻ ആണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മൊഡ്യൂൾസ് ആണ് പോളിമേഴ്സ്, ദെൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. നമ്മുടെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ തന്നെ വരുന്ന പോർഷൻസ് ആണ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, ദെൻ സ്പെക്ട്രോസ്കോപ്പി, ദെൻ ലാസ്റ്റ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൊഡ്യൂൾസ്. ഓർഗാനിക് കെമിസ്ട്രി റെഫർ ചെയ്യാൻ തന്നെ അതിൽ സ്പെക്ട്രോസ്കോപ്പിയുടെ പോർഷൻസ് റെഫർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ബുക്കാണ് എലമെന്ററി ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി ബൈ YR ശർമ്മ. ഓക്കെ, സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ: UV സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി, ദെൻ NMR സ്പെക്ട്രോസ്കോപ്പി. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി പോർഷൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം SS ധാരയുടെ എൻവയോൺമെന്റൽ കെമിസ്ട്രി ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. ഈ ഒരു ബുക്ക് നല്ലൊരു ബുക്കാണ്. എൻവയോൺമെന്റൽ കെമിസ്ട്രിയുടെ എല്ലാ പോർഷൻസും, ഒട്ടുമിക്ക എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന ഒരു റെഫറൻസ് ബുക്കാണ് ഇത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് നമ്മുടെ പോളിമർ കെമിസ്ട്രി. പോളിമർ സയൻസ് റെഫർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ബുക്കാണ് ഫ്രെഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പോളിമർ സയൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയുമാണ് നമ്മളുടെ റെഫറൻസ് ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. ഈ റെഫറൻസ് ബുക്കുകളൊക്കെ നോക്കിയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്: നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ സിലബസിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ്, സെലക്റ്റീവ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ നിങ്ങളെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ബുക്സ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ, ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് നിങ്ങളിവിടെ നടത്തിക്കൊണ്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ വേണ്ട പോർഷൻസ് മാത്രം സെലക്റ്റീവ് ആയിട്ട് എടുത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ എക്സാം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ എക്സാം നടന്നു വരുന്നത് August to October ഈ ഒരു 3 മാസത്തിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ എക്സാം എന്തായാലും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ ഇൻറ്റൻസീവ് കോച്ചിങ്ങിലേക്ക്, ലോങ് ടേം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ
ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.